എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? നമ്മൾ കണ്ണൂരിൽ നിന്നുള്ള ABVP പ്രവർത്തകരാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ABVPയുടെ പ്രവർത്തകർ ഈ മേഖല നടത്തിയിരുന്നു. അപ്പോൾ ഇന്ന് എത്ര പേരുണ്ട് നിങ്ങൾ രാവിലെ? ഇന്ന് നമ്മൾ ഇവിടത്തേക്കായിട്ട് ഒരു വിഭാഗം ആൾക്കാർ ഈ ചൂരൽമല പ്രദേശത്തേക്കും മറ്റ് ക്യാമ്പുകളിലായിട്ട് ABVPയുടെ പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ മൃതദേഹം സംസ്കരിക്കുന്ന സ്ഥലത്തായിട്ട് അങ്ങനെ വിവിധ സ്ഥലങ്ങളിലായിട്ട് വിവിധ പ്രദേശങ്ങളിലായിട്ട് എത്തിയിട്ടുള്ള ABVPയുടെ പ്രവർത്തകർ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ സജീവമായിട്ട് ഇപ്പോൾ ഇവിടെയുണ്ട്. എന്തായാലും ഇനി തിരച്ചിൽ ഈ മുണ്ടക്കൈ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ട സജ്ജീകരണങ്ങളും അതിനുവേണ്ട ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ കരുതിയിട്ടാണ് പോകുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളുണ്ട്. ഞങ്ങളെ കൊണ്ടാവുന്നത് ഒക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം. കൂടുതലും ഈ മേഖലയിൽ ബാധിക്കപ്പെട്ടിട്ടുള്ളത് വിദ്യാർത്ഥികൾ നിരവധി പേരുണ്ട്. അപ്പോൾ അവരുടെ ഈ തുടർ പഠനത്തിനും അതുപോലെ തന്നെ അവരെ പുതിയ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും വേണ്ടി ഈ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ABVPയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കായും കാര്യങ്ങളുണ്ട് എന്ന്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ അവരുടെ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ABVPയുടെ ഭാഗത്തു നിന്ന് തുറന്നുണ്ടാകുന്നതായിരിക്കും. അവരുടെ പഠന പ്രവർത്തനങ്ങളായിരിക്കും. അതേപോലെ തന്നെ പഠനോപകരണങ്ങൾ ശേഖരിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ തന്നെ ABVP ആരംഭിച്ചു കഴിഞ്ഞു. തുടർന്നും അവരെ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ അവരെ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് അവരെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്ന രീതിയിൽ എല്ലാ പ്രവർത്തനത്തിലും തുടർന്നും ABVP സജീവമായിട്ടുണ്ടാകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എവിടെ നിന്നാണ്, ഏത് ജില്ലയിൽ നിന്നാണ് വരുന്നത്? കണ്ണൂർ. ഈ മറ്റ് പ്രദേശങ്ങളിലൊക്കെ തന്നെ, അതായത് ഈ മേഖല കേന്ദ്രീകരിച്ച് മുണ്ടക്കയത്തൊക്കെ എത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും സജീവമായി തന്നെ ഈ ഒരു പ്രവർത്തനത്തിൽ വിദ്യാർത്ഥികളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ഈ ഒരു വാർത്ത അറിഞ്ഞ് ആദ്യഘട്ടത്തിൽ ഇങ്ങോട്ടേക്ക് കുറേ വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ മേഖലയിലോട്ട് പോകുമ്പോൾ വലിയ പ്രതിസന്ധിയൊക്കെ നേരിടേണ്ടി വരുമെങ്കിലും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് സജീവമായി എല്ലാ ദിവസവും ഉണ്ടാവും. നമ്മളൊരു 2-3 ദിവസം ഇവിടെ ഉണ്ടാവും. രക്ഷാപ്രവർത്തനത്തിനായി 2-3 ദിവസം നമ്മൾ ഇവിടെ ഉണ്ടാവും. എന്തായാലും തീർച്ചയായും ഈ രക്ഷാപ്രവർത്തനം ഓരോ ദിവസവും തുടർന്ന് പോകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ കൂടെ പങ്കുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സന്നദ്ധ സംഘടനകളും വിവിധ വകുപ്പുകളുമൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു മേഖലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളടക്കം ഈ ദുരന്ത മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് നമുക്ക് ഓരോ ദിവസവും കാണുവാൻ സാധിക്കുന്നത്.